വാർത്തയ്ക്ക് അവധിയില്ല. ഇന്ന് BJP സംസ്ഥാന പ്രസിഡന്റിനെ അറിയാം. ആരായിരിക്കും രഞ്ജിത്ത്? ആരായിരിക്കും ചോദിച്ചാലേ, BJPയുടെ ഒരു മുതിർന്ന നേതാവ് ഇവിടെ കേരളത്തിലെ പ്രഭാരിയെ വിളിച്ചു ചോദിച്ചു, 3 പേർക്ക് അറിയാമല്ലേ, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ദൈവത്തിനും അറിയാമെന്ന്. പ്രകാശ് ജാവദേക്കർ ഒരു മറുപടി പറഞ്ഞു, അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും അറിയാം, ദൈവത്തിന് അറിയാൻ വഴിയില്ലാന്ന്. അത്രമേൽ രഹസ്യമാണ് ഈ കാര്യം. ഏതായാലും ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകാശ് ജാവദേക്കർ വന്ന് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയും. ആ കോർ കമ്മിറ്റി യോഗത്തിൽ ഒരു സമവായത്തിലെത്തും. സാധ്യത സുരേന്ദ്രൻ തുടരുമെന്ന് പറയുന്നു. കാരണം ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷനെ മാറ്റി ഒരു സംഘടനാ അഴിച്ചുപണി ഇപ്പോൾ വേണ്ടതില്ല എന്നുള്ളതാണ് ഒരു സാധ്യത. അതല്ലെങ്കിൽ MT രമേശ്, രാജീവ് ചന്ദ്രശേഖർ, ശോഭാ സുരേന്ദ്രൻ 3 പേരുകൾ പരിഗണനയിലുണ്ട്. ഏതായാലും 10 മണിയോടുകൂടി 11 മണിയാകുമ്പോഴേക്കും ഇക്കാര്യത്തിൽ തീരുമാനം അറിയാം. ഓക്കെ, നമ്മുടെ പ്രതിനിധി റോഷിപാലുമുണ്ട്. റോഷിപാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്താണ്. അപ്പോൾ റോഷിപാൽ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. രഞ്ജിത്ത് പറഞ്ഞത് നല്ലൊരു ഉപമയാണ്. ദൈവത്തിനും മോദിക്കും അമിത്ഷായ്ക്കും അറിയാമെന്നറിയില്ല, മോദിക്കും അമിത്ഷായ്ക്കും ഈ കാര്യത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ദൈവത്തിന് പോലും അറിയാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അത്രമാത്രം കോൺഫിഡൻഷ്യൽ ആയിട്ടാണ് ആ കാര്യം നടക്കുന്നത്. മാത്രമല്ല, പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ BJP അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന മറ്റൊരാളും കൂടി നമുക്കൊപ്പം ഉണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ആണ്, അല്ലേ? എന്താ പേര്? സെബാസ്റ്റ്യൻ. TS സെബാസ്റ്റ്യൻ ആണ്. അപ്പോൾ TS സെബാസ്റ്റ്യൻ പുതുപ്പാടിയിലാണോ മണ്ഡലം? തിരുവമ്പാടി മണ്ഡലത്തിലെ BJP പ്രസിഡന്റ് ആണ്, അല്ലേ? അപ്പോൾ സെബാസ്റ്റ്യൻ ആർക്കാണ് സാധ്യത? അതിപ്പോ പറഞ്ഞ പോലെ തന്നെ അത് ഒരു സസ്പെൻസ് ആണല്ലോ, അതിപ്പോഴേ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തായാലും ചില കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും മുഖത്തുണ്ട്, അല്ലേ? പാർട്ടി തീരുമാനം എന്നുള്ള നിലയ്ക്ക് അത് ആ സമയത്ത് വരട്ടെ എന്നുള്ളതാണ്. അപ്പം K. സുരേന്ദ്രൻ തുടരാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലും കാണുന്നത്. എന്നാൽ അതേസമയം ഏതെങ്കിലും തരത്തിൽ മറിച്ചൊരു തീരുമാനമുണ്ടായാൽ 3 പേരുകൾ ആ പട്ടികയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് K. സുരേന്ദ്രൻ കഴിഞ്ഞാൽ MT രമേശാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാജീവ് ചന്ദ്രശേഖർ, പിന്നീടാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഉള്ളത്. സാധ്യത വളരെ കുറവാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരുന്ന റോഷി നമുക്കൊപ്പം ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. റോഷി, വെരി ഗുഡ് മോർണിംഗ് റോഷി. ഇന്നിപ്പോൾ ഒരു സസ്പെൻസ് നിറഞ്ഞ സൂപ്പർ സൺഡേ ആണ്. കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുമ്പോൾ ആരുടെ പേരിലായിരിക്കും നറുക്ക് വീഴാൻ കൂടുതൽ സാധ്യത റോഷി? ഡോക്ടർ അരുൺകുമാർ, ഇത് മാസങ്ങൾ നീണ്ട കാത്തിരിപ്പാണ്. BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ പുതിയ അധ്യക്ഷൻ വരുമെന്ന അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇത് ഏതാണ്ട് 2 മാസം കഴിഞ്ഞാണ് ഇപ്പോൾ അധ്യക്ഷൻ ആരാണെന്ന് വ്യക്തമാകുന്നത്. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കോർ കമ്മിറ്റി യോഗം ചേരും. 10 മണിക്ക് ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും പ്രഭാരി ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് പ്രകാശ് ജാവദേക്കർ. അതിനു പുറമെ പ്രഹ്ലാദ് ജോഷിക്കാണ് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല. അങ്ങനെയുള്ള BJPയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് അവർ ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാട് അറിയിക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് ആരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നറിയാം. അടുത്ത പ്രസിഡന്റ് ആരാണെന്ന് അറിയാൻ കഴിയും. ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ K. സുരേന്ദ്രനാണ് കൂടുതൽ സാധ്യത. K. സുരേന്ദ്രൻ തുടരണമെന്ന അഭിപ്രായം ദേശീയ നേതൃത്വത്തിന് ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും 2 മണിക്ക് നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു തുടങ്ങും. 1 മണിക്കൂറാണ് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നത്. നാളെ അതിൻ്റെ സൂക്ഷ്മ പരിശോധനയും മറ്റന്നാൾ തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ പുതുതായി അധ്യക്ഷനായി ആരെയാണ് തെരഞ്ഞെടുക്കുന്ന പ്രഖ്യാപനം ഉണ്ടാകും. പിന്നാലെ തന്നെ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കും. അത് വലിയ ചടങ്ങാണ്. ഏതാണ്ട് 1000-ഓളം BJP ഭാരവാഹികളും പ്രവർത്തകരും അടങ്ങുന്ന വിശദാംശങ്ങളിലേക്ക് വരാം. അല്പസമയത്തിനുള്ളിൽ ആരായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ്. ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതെങ്കിൽ അതാവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതാണ് ചേട്ടൻ്റെ മുഖത്തുള്ള പുഞ്ചിരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. K. സുരേന്ദ്രൻ മാത്രമായിരിക്കും അതിലുള്ളതെന്നാണ്. അതിൽ MT രമേശ് കൊടുക്കാനുള്ള സാധ്യത വിരളമാണെന്നാണ് അറിയുന്നത്. കാര്യം അങ്ങനെ ഒരു സമവായം അതിനുള്ളിൽ ഉണ്ടാവും. മത്സരത്തിലേക്ക് എന്തായാലും പോവില്ല.